ഹായ് എവ്രി വൺ, വെൽക്കം ടു ലിറ്റററി ഹബ്. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ ബി എ ഇംഗ്ലീഷ് കോഴ്സിലെ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. സോ ലെറ്റ്സ് ഡീൽ വിത്ത് ദ ഫസ്റ്റ് മോഡ്യൂൾ വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ, ഫോം ക്ലാസ് ആൻഡ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫോം ക്ലാസ്സിനെ കുറിച്ചിട്ടും ഫങ്ഷൻ ക്ലാസ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചിട്ടുമാണ്. ഇപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു, കാറ്റഗറൈസ് ദ ഫോളോവിങ് സെൻറ്റൻസ് ഇൻ ടു ഫോം ക്ലാസ് ആൻഡ് ഫങ്ഷൻ ക്ലാസ്. എങ്ങനെയാണ് നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഫോം ക്ലാസ് ഏതാണ് ഫങ്ഷൻ ക്ലാസ് ഏതാണ് നമുക്ക് തിരിക്കാൻ പറ്റുക, അതാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. സോ ജനറലി വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ഗ്രൂപ്പ്സ്. അതിലത്തെ ഒന്നാണ് ഫോം ക്ലാസ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫങ്ഷൻ ക്ലാസ്. അപ്പോൾ ഈ ഫോം ക്ലാസ്സിനെ പറയണ വേറൊരു വേർഡാണ് കണ്ടൻറ്റ് വേർഡ്സ് ഓർ ഓപ്പൺ ക്ലാസ് വേർഡ്സ്. ഓക്കെ, ഫോം ക്ലാസ്സിനെ പറയണ വേറൊരു വേർഡാണ് കണ്ടൻറ്റ് വേർഡ്സ് അല്ലെങ്കിൽ ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്ന്. രണ്ടാമത്തേതാണ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. അപ്പോൾ ഈ ഫങ്ഷൻ ക്ലാസ് വേർഡ്സിനെ പറയണ വേറെ രണ്ട് നെയിംസാണ് സ്ട്രക്ചർ വേർഡ്സ് ഓർ ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ്. സിൻസ് ഫോം ക്ലാസ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്, കണ്ടൻറ്റ് വേർഡ്സ് ഓർ ഓപ്പൺ ക്ലാസ് വേർഡ്സ്. ഫങ്ഷൻ ക്ലാസ്സിനെ പറയുന്നത് സ്ട്രക്ചർ വേർഡ്സ് ഓർ ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ്. അപ്പോൾ നമുക്കിത് മനസ്സിലായി വേർഡ്സിന് എന്തായിട്ടാണ്. വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ജനറലി ഇൻ ടു ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു ദെയർ യൂസ് ആൻഡ് വർക്ക് ദേ ഡു ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മൾ വേർഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലത്തെ ഒന്നാണ് ഫോം ക്ലാസ്, മറ്റേതാണ് ഫങ്ഷൻ ക്ലാസ്. അപ്പോൾ ഈ ഫോം ക്ലാസ് ഇസ് ഓൾസോ നോൺ ആസ് കണ്ടൻറ്റ് വേർഡ്സ് or open class words, whereas function class is also known as structure words or closed class words. ഇനി നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് ഫോം ക്ലാസ്, എന്താണ് ഫങ്ഷൻ ക്ലാസ്. ഫോം ക്ലാസ് വേർഡ്സ്. എന്താണ് ഫോം ക്ലാസ് വേർഡ്സ്? The form class words or content words are words with greater semantic order. They are also called open class words because more and more new words can be added to this category through the process such as compounding, derivation, coining and borrowing. സോ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഫോം ക്ലാസ്. ഫോം ക്ലാസ്സിന് പറയുന്ന വേറെ കുറച്ച് നെയിംസ് ഉണ്ട്. ഒന്ന് കണ്ടൻറ്റ് വേർഡ്സ് അല്ലെങ്കിൽ ഓപ്പൺ ക്ലാസ് വേർഡ്സ്. അത് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫോം ക്ലാസ് വേർഡ്സ് ഓർ കണ്ടൻറ്റ് വേർഡ്സ് എന്താണ്, ആർ വേർഡ്സ് വിത്ത് ഗ്രേറ്റർ സെമാൻറ്റിക് ഓർഡർ. ഗ്രേറ്റ് ഇൻ സെമാൻറ്റിക് ഓർഡർ എന്ന് വെച്ചാൽ വിതിൻ വൺ വേർഡ് വി ക്യാൻ ഫോം മൾട്ടിപ്പിൾ മീനിങ്സ്. ഒരൊറ്റ വേർഡിന് നമുക്ക് മോർ ആൻഡ് മോർ മീനിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന എക്സാമ്പിൾ. സോ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ്, അതൊരു ലിമിറ്റഡ് വേർഡല്ല. നമുക്ക് അതിൽ ഇനിയും വേർഡ്സ് ആഡ് ചെയ്തിട്ട് പുതിയൊരു മീനിങ് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മീനിങ് വേർഡ് ആഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി ഇതിനെ പറയുന്ന വേറൊരു നെയിമുണ്ട്, ദാറ്റ് ഈസ് ഓപ്പൺ ക്ലാസ് വേർഡ്സ്. എന്തുകൊണ്ടാണ് അതിനെ ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്ന് പറയുന്നത്? ബിക്കോസ് മോർ ആൻഡ് മോർ ന്യൂ വേർഡ്സ് ക്യാൻ ബി ആഡഡ്. നമുക്ക് ഇനിയും പുതിയ വേർഡ്സ് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന എക്സാമ്പിൾ നമ്മളെടുത്തു. ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു വേർഡാണ്. സോ അതൊരു ഓപ്പൺ വേർഡാണ്, അതിലേക്ക് ഇനി നമുക്ക് വേർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ഫോം ക്ലാസ്. ഏത് പ്രോസസ്സിലൂടെയാണ്? ഇവിടെ 4 പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ഈസ് കോമ്പൗണ്ടിങ്. എന്താണ് കോമ്പൗണ്ടിങ്? കോമ്പൗണ്ടിങ് എന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് വേർഡ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലാക്ക് പ്ലസ് ബോർഡ്, അത് രണ്ടും 2 വേർഡ്സാണ് അല്ലേ? ആ 2 വേർഡ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ബ്ലാക്ക് ബോർഡ്. സോ കോമ്പൗണ്ടിങ് എന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് വേർഡ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യണ ഒരു സിംഗുലർ വേർഡിനെ പറയുന്നതാണ് കോമ്പൗണ്ടിങ്. ഡെറിവേഷൻ എന്ന് വെച്ചാൽ ഒരു പുതിയ വേർഡ് ഡിറൈവ് ചെയ്യാം. ഇനി കോയിനിങ്. എന്താണ് കോയിനിങ്? കോയിനിങ് എന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് വേർഡ്സ് ഫ്രം ദ എക്സിസ്റ്റിംഗ് വൺ. ആ എക്സിസ്റ്റ് ആവണ വേർഡിൽ നിന്ന് നമുക്ക് പുതിയൊരു വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് കോയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോയിനിങ്ങിന് ഒരു എക്സാമ്പിൾ കൊടുക്കാം. കോയിനിങ്ങിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വയർലെസ്. ഇതൊരു എക്സിസ്റ്റിംഗ് വേർഡിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ വേർഡാണ്. വയർ എന്ന് പറയുന്നത് ഒരു വേറെ വേർഡാണ്, ലെസ് എന്ന് പറയുന്നത് ഒരു വേറെ വേർഡാണ്. സോ ഈ വയർ എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് വേർഡിന് നമ്മളിപ്പോൾ ഒരു പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, അതാണ് വയർലെസ്. അപ്പോൾ ഇതാണ് കോയിനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ബോറോവിങ്. എന്താണ് ബോറോവിങ്? ബോറോവിങ് എന്ന് വെച്ചാൽ നമുക്ക് വേറെ ലാംഗ്വേജിന് പുതിയ വേർഡ്സ് ബോറോ ചെയ്തിട്ട് ആഡ് ചെയ്യാം. സോ ഇതൊക്കെയാണ് എന്താ പറയുക ഫോം ക്ലാസ്സിൻ്റെ ഫോം ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. ഇനി ഈ ഫോം ക്ലാസ്സിന് 4 കാറ്റഗറീസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടിയാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ്
വേ ആണിത്. ഫോർ എക്സാമ്പിൾ നൗൺ, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്. ഈ 4 ഈ ഫോം ക്ലാസ്സിൽ പെടുന്ന 4 ടൈപ്സ് ഓർ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇപ്പം അതിൻ്റെ എക്സാമ്പിൾ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നൗൺ, ബ്ലാക്ക് ബോർഡ്, സൺറൈസ്, ക്യാറ്റ്സ്. അപ്പോൾ ഈ 3 വാക്കുകളും എന്താണ്? നൗണാണ്. ഇപ്പോൾ ബ്ലാക്ക് ബോർഡ് ഞാൻ പറഞ്ഞു നേരത്തെ കോമ്പൗണ്ടിങ് വേർഡാണ്. 2 വേർഡ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു വാക്കാണ് ബ്ലാക്ക് ബോർഡ്. സൺറൈസും അതുപോലെ തന്നെയാണ്. സണ്ണും റൈസും രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് സൺറൈസ്. ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ക്യാറ്റല്ലേ ഉള്ളൂ. എസ് ആഡ് ചെയ്തു നമ്മൾ. ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പ്ലൂറലായി. അപ്പോൾ എന്താണ്? അവിടെ ഒരു വേറെ മീനിങ് ആണ് അവിടെ വന്നത്. ഒരു പ്ലൂറൽ മീനിങ് ആണല്ലോ വന്നത്. അപ്പോൾ അതാണ് പറയുന്നത് വേർഡ്സ് വിത്ത് ഗ്രേറ്റർ സെമാൻറ്റിക് ഓർഡർ. മൾട്ടിപ്പിൾ മീനിങ്സും ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നൗണിനെ മോഡിഫൈ ചെയ്യാൻ അഡ്ജക്റ്റീവ്. നമുക്കതറിയാം. സോ അഡ്ജക്റ്റീവും അതിൽ നമുക്ക് കാണാം. ഒരു ഫോം ക്ലാസ് സെൻറ്റൻസിൽ ഇപ്പോൾ നമുക്ക് അഡ്ജക്റ്റീവ് കണ്ടുവച്ചാൽ, നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവിനെ കണ്ടുവച്ചാൽ അതും ഫോം ക്ലാസ്സിൽ പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഫാസ്റ്റർ, അൺഹാപ്പി, ലേസിനെസ്. സോ ഇതൊക്കെ എന്താണ്? ഒരു അഡ്ജക്റ്റീവാണ്. ഈ അൺഹാപ്പി എന്ന് പറയുന്ന വേർഡ് ഒരു ഡെറിവേഷനാണ്, അൺഹാപ്പി. സോ ഒരു പുതിയ വേർഡ് നമ്മൾ ഡിറൈവ് ചെയ്യാണ് ചെയ്ത് രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട്. സോ അഡ്ജക്റ്റീവ് കാണാം. ഇനി നെക്സ്റ്റ് വേർബാണ്. വേർബ് എന്ന് വെച്ചാൽ നമുക്കറിയാം ആക്ഷൻ വേർഡാണ്. പ്ലേഡ്, ലാഫ്റ്റ്, ഡാൻസ്ഡ്. സോ നമുക്കിപ്പോൾ ഒരു വേർബ് അതിൽ കാണാൻ പറ്റുവെച്ചാൽ, ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ നമുക്ക് വേർബിനെ കാണാൻ പറ്റുവെച്ചാൽ ദാറ്റ് ഈസ് ഫോം ക്ലാസ്. ആഡ്വേർബും നമുക്കറിയാം വേർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ്. ഇപ്പോൾ ഹാപ്പിലി പ്ലേഡ് അല്ലെങ്കിൽ ഹാപ്പിലി ലാഫ്റ്റ്, അപ്പോൾ ക്വിക്ക്ലി ഡാൻസ്ഡ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? വേർബിനെ, ഡാൻസ് എന്ന് പറയുന്ന ഒരു വേർബിനെ മോഡിഫൈ ചെയ്തതാണ് ഈ ക്വിക്ക്ലി എന്ന് പറയുന്ന വാക്ക്. ആഡ്വേർബ് എന്താണ്? വേർബിനെ മോഡിഫൈ ചെയ്തു. സോ ഈ നൗൺ, അഡ്ജക്റ്റീവ്, വേർബ്സ്, ആഡ്വേർബ്സ്, ഈ 4 കാറ്റഗറിയാണ് ഫോം ക്ലാസ്സിൽ പെടുന്നത്. ഒരു സെൻറ്റൻസിൽ ഇപ്പോൾ നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു നോക്കുകയാണ്. ഫോം ക്ലാസ് എന്താണ്, ഫങ്ഷൻ ക്ലാസ് എന്താണ്. അപ്പോൾ ഫോം ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സിംപ്ലസ്റ്റ് വേ, ഒരു ഈസിയസ്റ്റ് വേ ആണ് അവിടെ നൗൺ, അഡ്ജക്റ്റീവ്, വേർബ്സ്, ആഡ്വേർബ്സ്. ഈ 4 നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അത് ഫോം ക്ലാസ്സിൽ വരുന്നതാണ്. നമുക്ക് ഫോം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണ്? ഫങ്ഷൻ ക്ലാസ് വേർഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്? Function class words are close class words as they exist to explain or create grammatical or structural relationships into which the content words may fit in it. They are limited in number. അപ്പോൾ നമുക്ക് ഫോം ക്ലാസ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫങ്ഷൻ ക്ലാസ്സിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഫങ്ഷൻ ക്ലാസ് ഒരു ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ് ആണ്. മറ്റേതെന്തായിരുന്നു? ഫോം ക്ലാസ് വേർഡ്സ് ഓപ്പൺ ക്ലാസ് വേർഡ്സ് ആയിരുന്നു. നമുക്ക് എത്ര വേർഡ്സ് വേണമെങ്കിലും അതിൽ ആഡ് ചെയ്തുകൊണ്ടേ പോവാം. പക്ഷെ ഫങ്ഷൻ ക്ലാസ്സിൽ അങ്ങനെ പറ്റില്ല. അത് ലിമിറ്റഡ് ആണ്. അതിൽ ആ പറഞ്ഞ നമ്പറിലധികം കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ലിമിറ്റഡ്. ഇതൊരു ഗ്രാമാറ്റിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ ഇതിന് 5 കാറ്റഗറീസ് ഉണ്ട്. ഫങ്ഷൻ ക്ലാസ്സിന് 5 കാറ്റഗറീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രപ്പോസിഷൻ, പ്രൊനൗൺസ്, ഡിറ്റർമിനേഴ്സ്, ഓക്സിലറി വെർബ്സ് ആൻഡ് കൺജങ്ഷൻ. സോ ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസിൽ നമ്മളോട് ഫങ്ഷൻ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് അവിടെ നോക്കുന്നത് എന്താണ്? അവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടോ എന്ന് നോക്കണം, ഒരു പ്രൊനൗൺ ഉണ്ടോ എന്ന് നോക്കണം, ഡിറ്റർമിനേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം, ഓക്സിലറി വെർബ്സ് ഉണ്ടോ എന്ന് നോക്കണം, കൺജങ്ഷൻ വേർബ്സ് ഉണ്ടോ എന്ന് നോക്കണം. സോ ഇഫ് ഈ 5 നമുക്കവിടെ കാണുകയാണെങ്കിൽ സോ അതൊരു ഫങ്ഷൻ ക്ലാസ് ആണ്. എന്താണ് പ്രിപ്പോസിഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിപ്പോസിഷനിൽ പെടുന്നതാണ് ഓൺ, ഇൻ, ഓവർ, അബവ്. സോ ഈ വേർഡ്സൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുക. പ്രപ്പോസിഷൻ അവിടെ കാണാൻ പറ്റുക അതൊരു ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് ആണ്. ഇതെന്താണ്? ലിമിറ്റഡ് ആണ്. നമുക്ക് ഇനിയും കൂടുതൽ പ്രപ്പോസിഷനിൽ ഉള്ള അത്ര മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രപ്പോസിഷനിൽ കൂടുതലും പ്രപ്പോസിഷൻ നമുക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല. ഉള്ള പ്രപ്പോസിഷൻ എന്താണ്? ലിമിറ്റഡ് ആണ്. പ്രൊനൗൺസിലും അതുപോലെ തന്നെ ഐ, ഹി, ഷീ, യു, വി, ദേ. സോ ഈ പ്രൊനൗൺസ് എന്താണ്? ഇവിടെ ലിമിറ്റഡ് പ്രൊനൗൺസ് ആണ്. നമുക്കിനി കൂടുതലൊരു പ്രൊനൗൺസ് അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലോ. നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു? നമുക്കൊരു വേർഡിൻ്റെ കൂടെ വേറൊരു വേർഡ് ആഡ് ചെയ്താൽ ഒരു പുതിയ വേർഡ് കിട്ടും. പക്ഷെ ഇവിടെ ഒരു പ്രൊനൗണിൻ്റെ കൂടെ നമുക്കൊരു പുതിയ വേർഡ് ആഡ് ചെയ്താൽ ഒരു പുതിയ പ്രൊനൗൺ കിട്ടില്ല. സോ ഇതെന്താണ്? ലിമിറ്റഡ് ഇൻ നമ്പറാണ്. ഡിറ്റർമിനേഴ്സ് നമുക്കറിയാം എ, ആൻഡ്, ദ, ദിസ്, ദീസ്, ദോസ്, അതൊക്കെയാണ് ഡിറ്റർമിനേഴ്സ്. സോ ഈ എ, ആൻഡ്, ദ എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾസ് ആണ്. മറ്റേ ദാറ്റ്, ദിസ്, ദോസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഡിറ്റർമിനേഴ്സ് വന്നാൽ അതൊരു ഫങ്ഷൻ ക്ലാസ് ആണ്.
നെക്സ്റ്റ് ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബ്സും നമ്മൾ ഫെമിലിയർ ആണ്. എന്താണ്? ഈസ്, ആം, ആർ, വാസ്, വർ, ഹാവ്, ഹാഡ്. സോ ഇങ്ങനത്തെ ഓക്സിലറി വെർബ്സ് കണ്ടുവച്ചാൽ അതും ഫങ്ഷൻ ക്ലാസ്സിൽ പെടുന്നതാണ്. കൺജങ്ഷൻ നമുക്കറിയാം, രണ്ട് വേർഡ്സിനെ, രണ്ട് സെൻറ്റൻസിനെയൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺജങ്ഷൻ. ബട്ട്, ആൻഡ്, ബിക്കോസ്, അൺലെസ്, വൈൽ, സോ ആൻഡ് സോ, അങ്ങനെ ഒരുപാടുണ്ട്. സോ ആ കൺജങ്ഷനിൽ അല്ലെങ്കിൽ ആ പ്രപ്പോസിഷനിൽ ഒരുപാടുണ്ട് പറഞ്ഞു. സോ അതിൽ പെടുന്ന ആ ലിമിറ്റഡ് നമ്പർ മാത്രമാണ് അതിൽ ഇൻവോൾവ് ആവുള്ളൂ. അതിനേക്കാൾ കൂടുതൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കൺജങ്ഷൻ ബട്ടിൻ്റെ ഒപ്പം നമുക്ക് വേറൊരു വേർഡ് ആഡ് ചെയ്ത് അവിടെ പുതിയൊരു കൺജങ്ഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. സോ ഫങ്ഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു എന്താണ് ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ് ആണ്. നമുക്ക് അവിടെ പുതിയ വേർഡ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ലിമിറ്റഡ് ആണ് നമ്പറിൽ. സോ ഫങ്ഷൻ ക്ലാസ്സിൻ്റെ 5 കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രപ്പോസിഷൻ, പ്രൊനൗൺ, ഡിറ്റർമിനേഴ്സ്, ഓക്സിലറി വെർബ്സ് ആൻഡ് കൺജങ്ഷൻ. സോ ഈ 5 അല്ലെങ്കിൽ ഇതിലേതെങ്കിലും നമുക്ക് അവിടെ കാണാൻ പറ്റുമെങ്കിൽ അതെന്താണ്? അത് ഫങ്ഷൻ ക്ലാസ്സിൽ പെടുന്നതാണ്. എല്ലാവർക്കും ഫങ്ഷൻ ക്ലാസ് എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. കുറച്ചൊന്നുമില്ല, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇപ്പോൾ എക്സാമിലൊരു ക്വസ്റ്റ്യൻ വന്നു വെച്ചാൽ നമ്മൾ എങ്ങനെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഫോം ക്ലാസ് എന്താണെന്നും ഫങ്ഷൻ ക്ലാസ് എങ്ങനെയാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഹാവ് സം ഫൺ. ഇനി നമുക്കിവിടെ 2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് യു സീ ഓൺ ദ ടേബിൾ ഈസ് നോട്ട് മൈൻ. Categorize the words in the sentence into form and function class. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? വാട്ട് യു സീ ഓൺ ദ ടേബിൾ ഈസ് നോട്ട് മൈൻ. സെൻറ്റൻസിൽ ഫോം ക്ലാസ് ഏതാണോ ഫങ്ഷൻ ക്ലാസ് ഏതാണോ ആണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഈസിയസ്റ്റ് ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഫോം ക്ലാസ്സിൽ നമുക്ക് നൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ് കാണാം. ഫങ്ഷൻ ക്ലാസ്സിൽ നമുക്ക് പ്രപ്പോസിഷൻ, പ്രൊനൗൺ, ഡിറ്റർമിനേഴ്സ്, ഓക്സിലറി വെർബ്സും കൺജങ്ഷനും കാണാം. അപ്പോൾ ഇവിടെ സി ആൻഡ് ടേബിൾ അതാണ് ഫോം ക്ലാസ്സിൽ വരുന്നത്. ഹൗ? സി എന്ന് പറയുന്നത് ഒരു വേർബാണ് അല്ലേ? ടേബിൾ എന്ന് പറയുന്നത് ഒരു നൗണാണ്. സോ ഈ സെൻറ്റൻസിൽ വാട്ട് യു സീ ഓൺ ദ ടേബിൾ ഈസ് നോട്ട് മൈൻ എന്ന് പറയുന്ന സെൻറ്റൻസിൽ സി എന്ന് പറയുന്നത് ഒരു വേർബും ടേബിൾ എന്ന് പറയുന്നത് ഒരു നൗണുമാണ്. സോ നൗണും വേർബും വന്നിട്ടുണ്ട്. അതെന്താണ്? അപ്പോൾ ഫോം ക്ലാസ്സിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഫങ്ഷൻ ക്ലാസ്സിൽ എന്തൊക്കെയാണ്? സോ വാട്ട് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഫോമാണ്, പക്ഷേ അതൊരു ഇൻറ്ററഗേറ്റീവ് പ്രൊനൗണും കൂടിയാണ്. സോ പ്രൊനൗൺ വന്നാൽ അത് ഫങ്ഷൻ ക്ലാസ്സിലാണല്ലോ വരിക. സോ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊനൗൺ ആണ്, അതുകൊണ്ട് അത് ഫങ്ഷൻ ക്ലാസ്സിൽ വരും. യു എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ്. ഐ, ഹി, ഷീ, യു എന്നൊക്കെ പറയുന്നതൊക്കെ പ്രൊനൗണിലല്ലേ, അപ്പോൾ യു വരും. ഓൺ എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷനാണ്. സി ഓൺ ദ ടേബിൾ. സോ ഓൺ എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷനാണ്. സോ ഇറ്റ് വിൽ കം ഇൻ ഫങ്ഷൻ ക്ലാസ്. ദ എന്ന് പറയുന്നത് എന്താണ്? ദ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനർ ആണ്, അപ്പോൾ അതും ഫങ്ഷൻ ക്ലാസ്സിലുണ്ടാവും. ഈസ്, നോട്ട്, മൈൻ. ഈ മൈൻ എന്ന് പറയുന്നത് എന്താണ്? ഐൻ്റെ വേറൊരു ഫോമാണ്. സോ ഈ എന്താ പറയുക, പ്രപ്പോസിഷൻ, പ്രൊനൗൺ, ഡിറ്റർമിനർ, ഓക്സിലറി വെർബ്സ് ആൻഡ് കൺജങ്ഷൻ. സോ ഈ 5 കാറ്റഗറിയിൽ പെടുന്ന വേർഡ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫങ്ഷൻ ക്ലാസ്സിലും, നൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ് ഈ 4 കാറ്റഗറീസിൽ വന്നിട്ടുള്ള വല്ല വേർഡ്സും ഉണ്ടെങ്കിൽ അത് ഫോം ക്ലാസ്സിലുമാണ് വരുന്നത്. സോ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. ശ്യാം ആൻഡ് ഹരി ആർ ഗുഡ് ഫ്രണ്ട്സ്. സോ ഇവിടെ ഫോം ക്ലാസ്സിൽ നമുക്ക് കാണുന്നത് ശ്യാം, ഹരി, ഗുഡ് ഫ്രണ്ട്സ്. സോ ശ്യാം ആൻഡ് ഹരി എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്, ഒരാളുടെ നെയിമാണ് നമുക്കവിടെ കാണുന്നത്. സോ ഇറ്റ് വിൽ ബി കമ്മിങ് ഇൻ ഫോം ക്ലാസ്. ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്ന നൗണിനെ മോഡിഫൈ ചെയ്യേണ്ട ഒരു അഡ്ജക്റ്റീവാണ് ഗുഡ്. സോ അഡ്ജക്റ്റീവും നൗണും എന്തിലാണ് വരിക? ഫോം ക്ലാസ്സിലാണ് വരുന്നത്. സോ ഈ സെൻറ്റൻസിൽ നമുക്ക് 4 ഫോം ക്ലാസ് ആണ്. ഒന്ന് ശ്യാം, ഹരി, ഗുഡ്, ഫ്രണ്ട്സ്. ഇനി നെക്സ്റ്റ് ഫങ്ഷൻ ക്ലാസ് ആണ്. ഫങ്ഷൻ ക്ലാസ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ആൻഡ് ആർ. ആൻഡും ആറുമാണ് വരുന്നത്. ആൻഡ് നമുക്കറിയാലോ കൺജങ്ഷനാണ്. സോ അതൊരു ഫങ്ഷൻ ക്ലാസ് ആണ് വരിക. ആർ എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ്. സോ അതൊരു ഫങ്ഷൻ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് എക്സാമിന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഫോം ക്ലാസ് ആൻഡ് ഫങ്ഷൻ ക്ലാസ്. അപ്പോൾ ഫോം ക്ലാസ് ആണെങ്കിൽ നമുക്ക് അവിടെ കാണാം എന്തൊക്കെ ഉണ്ടാവും? നൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ് ഉണ്ടാവും. ഫങ്ഷൻ ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ പ്രപ്പോസിഷൻ, പ്രൊനൗൺ, ഡിറ്റർമിനർ, ഓക്സിലറി വെർബ് ആൻഡ് കൺജങ്ഷൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമെയിൽ ഐഡിയും ഇൻസ്റ്റഗ്രാം ഐഡിയും കൊടുത്തിട്ടുണ്ട്, അതിൽ കണക്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ പ്രസൻറ്റേഷനും PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.